ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും അതേപോലെ തന്നെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനായിട്ടും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേയുടെ പാക്കുമായിട്ടാണ്. ഉപയോഗിച്ചവർക്കെല്ലാം 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണിത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന കെമിക്കൽ ഡൈകളാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്ട്സും നമുക്കുണ്ടാവില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാട്ടോ. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ നരച്ച മുടി വേഗത്തിൽ കറുപ്പിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. നമ്മളിത് ഉപയോഗിക്കുന്നത് മൂലം പുതിയ മുടികൾ വരുമ്പോൾ അത് നല്ല കറുപ്പോട് കൂടി വളർന്നു വരാനായിട്ടും സാധിക്കും. ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പണ്ടുള്ള ആളുകൾ മുടി കറുപ്പിക്കാനും മുടി വളരാനും ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കറിവേപ്പില. ഈ കറിവേപ്പിലയുടെ കളറ് മാറി വരുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൗഡർ ഇതേപോലെ തയ്യാറാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഈ ഒരു പൗഡർ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാനായിട്ടും സാധിക്കും. അതായത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അത് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ആ ഒരു കളർ നമ്മുടെ മുടിയിൽ കുറച്ച് സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു ഹെയർ ഡൈ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ മൈലാഞ്ചിയില നന്നായിട്ട് അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്താലും മതി. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേയില വെള്ളമോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ മുടിയുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാനായിട്ട് ഒരുപാട് സഹായിക്കും. ഈ ഒരു ഹെയർ ഡൈ മറ്റ് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. എന്നിട്ട് 1.5 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈയുടെ കളർ റിലീസ് ആവുള്ളൂ. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. ഇതൊട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് നമുക്ക് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താളി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.